വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേജർ ജനറൽ വി.ടി. മാത്യു നൂറുകണക്കിന് ആളുകൾക്ക് രക്ഷ നേടാൻ വഴി തുറന്നതിന്റെ ചാരിതാർത്ഥ്യത്തിൽ മടങ്ങി. മലയാളിയായ മേജർ ജനറലിന് നാടിന്റെ സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ ഡി.ആർ. മേഘശ്രീ യാത്രയയപ്പ് നൽകി. വയനാട്ടിൽ നിന്ന് പോകുന്നുവെങ്കിലും ബംഗളൂരുവിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിലും തുടർന്നും അദ്ദേഹം നിരീക്ഷിക്കും. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ജില്ലയിലെത്തുമെന്നും മേജർ ജനറൽ വി.ടി. മാത്യു പറഞ്ഞു. ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, NDRF തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ജൂലൈ 30 ഉച്ചയ്ക്ക് 12:30ക്കാണ് ഇന്ത്യൻ കരസേന എത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളെ രക്ഷിച്ചു. ജൂലൈ 31 കേരള കർണാടക GOC മേജർ ജനറൽ വി.ടി. മാത്യു വരുന്നതും രക്ഷാദൌത്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതും. 500ഓളം വരുന്ന സേനാംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉൾപ്പെട്ടിരുന്നു. ആദ്യ ദിനം 300ഓളം പേരെയാണ് ദുരന്തമുഖത്ത് നിന്ന് സൈന്യം രക്ഷപ്പെടുത്തിയത്. ഉടൻ തന്നെ ബെയ്ലി പാല നിർമ്മാണവും ആരംഭിച്ചു. ഇതോടൊപ്പം അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് നടപ്പാലവും നിർമ്മിച്ചു. അന്നു മുതൽ രക്ഷാപ്രവർത്തനത്തിന് മുമ്പിലുണ്ടായിരുന്നത് മലയാളിയായ മേജർ ജനറൽ വി.ടി. മാത്യു ആയിരുന്നു. രാപ്പകലില്ലാതെ മുഴുവൻ സേനാംഗങ്ങൾക്കുമൊപ്പം അദ്ദേഹം കഠിന പ്രയത്നം നടത്തി. ഏകദേശം 500 പേരെയാണ് 2 ദിവസം കൊണ്ട് സൈന്യം രക്ഷപ്പെടുത്തിയത്. 500 സൈനികർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തിയ രക്ഷാദൌത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ട് എന്ന് വി.ടി. മാത്യു പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ജില്ലയിൽ എത്തുമെന്നും മേജർ ജനറൽ പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ സേന, സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സ്, പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, ഇന്ത്യൻ സേനയുടെ വിവിധ വിഭാഗങ്ങളായ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച്, ടെറിട്ടോറിയൽ ആർമി, ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ്, നേവി, കോസ്റ്റ് ഗാർഡ്, തമിഴ്നാട് ഫയർഫോഴ്സ്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡെൽറ്റ സ്ക്വാഡ്, കേരള പോലീസിന്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, വനം വകുപ്പ്, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നൽകിയ സേവനം രക്ഷാപ്രവർത്തനത്തിന് സഹായകമായി. ആദ്യഘട്ടത്തിൽ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 1999 ഒറീസയിലുണ്ടായ ചുഴലിക്കാറ്റ് ദുരന്തത്തിന് ശേഷം ഇത്ര വലിയ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. കുട്ടികളും പ്രായമായവരും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മരിച്ചതിൽ ഏറെ ദുഃഖമുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ എല്ലാ സേനാംഗങ്ങളും പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഏഴുമുട്ടത്ത് പരേതനായ മാത്യു മാളിയേക്കൽ, റോസക്കുട്ടി മാത്യു മാളിയേക്കൽ എന്നിവരുടെ മകനായാണ് മേജർ ജനറൽ വി.ടി. മാത്യുവിന്റെ ജനനം. ഭാര്യ മിനി, മകൾ പിഫാനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. മകൻ മെവിൻ ഡൽഹിയിൽ BTech വിദ്യാർത്ഥി. 11ാം ക്ലാസ് വരെ തിരുവനന്തപുരം സൈനിക സ്കൂളിലായിരുന്നു പഠനം. പിന്നീട് പുനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠനവും പരിശീലനവും. തുടർന്ന് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ പരിശീലനം. മദ്രാസ് റെജിമെന്റിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിലും ചൈന അതിർത്തിയിലും കമാൻഡിംഗ് ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട്. 2021 രാഷ്ട്രപതിയുടെ യുദ്ധസേവാ മെഡലും 2023 രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും നേടിയിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനിലും കോങ്കോയിലും UN സമാധാന സേനയുടെ ഭാഗമായി 2 വർഷം സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട്.